വൃന്ദാവനത്തിൽ ഒരു രാക്ഷസൻ കൃഷ്ണന്റെ സുഹൃത്ത് വലയത്തിലേക്ക് കടന്നു. ഒരു ഗോപാലകന്റെ വേഷം ധരിച്ച് അവന്റെ ലക്ഷ്യം കൃഷ്ണനെയും ബലരാമനെയും കൊല്ലുക എന്നതായിരുന്നു. കംസന്റെ മുഖ്യമന്ത്രിയായ പ്രലംബാസുരൻ പ്രലംബൻ എന്നൊരു ചെറുപ്പക്കാരന്റെ രൂപം സ്വീകരിച്ചു. ഗോപന്മാരുമായി ഇടകലർന്നു അവരോടൊപ്പം കളിച്ചു. ആക്രമിക്കാൻ പറ്റിയ നിമിഷത്തിനായി അവൻ കാത്തിരുന്നു. ഒരു ദിവസം കൃഷ്ണനും കുട്ടികളും ഒരു കളി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പരാജിതൻ വിജയിയെ പുറകിൽ വഹിക്കണം. ബലരാമനോട് തോറ്റ പ്രലംബൻ ബലരാമനെ തോളിലേറ്റി കാട്ടിലേക്ക് നടക്കാൻ തുടങ്ങി. പ്രലംബന്റെ ചിരി പെട്ടെന്ന് അട്ടഹാസമായി മാറി. പ്രലംബന്റെ ശരീരം വളർന്നു, ഉയരം കൂടി. അവൻ തന്റെ യഥാർത്ഥ രൂപം വെളിപ്പെടുത്തി. ജ്വലിക്കുന്ന കണ്ണുകളുള്ള ഒരു വലിയ രാക്ഷസൻ. അവൻ എന്നിട്ട് കാട്ടിലേക്ക് ബലരാമനെയും കൊണ്ടുപോടി. പക്ഷെ ബലരാമൻ സാധാരണ ബാലനായിരുന്നില്ല, അവൻ ആദിശേഷനായിരുന്നു. അസുരന്റെ ഉദ്ദേശം മനസ്സിലാക്കിയ ബലരാമൻ പ്രലംബാസുരനെ ശക്തമായി പ്രഹരിച്ചു. ബലരാമന്റെ മുഷ്ടി അസുരന്റെ തലയൊട്ടി തകർത്തു. പ്രലംബാസുരൻ നിലത്ത് വീണും മരിച്ചു. ഓടിയെത്തിയ ഗോപന്മാർ ആർത്തു വിളിച്ചു. വൃന്ദാവനത്തിലെ വനങ്ങൾ വിജയത്തോടെ പ്രതിധ്വനിച്ചു.